Hi learners, welcome to I+ Training Solutions. ഇപ്പോൾ നമ്മളുടെ NTA UGC Net Commerce ഡിസംബർ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരു സീരീസ് ആയിട്ട് ചെയ്തു വന്നത്. പിന്നെ നമുക്കതിന്റെ ബാലൻസ് പോർഷനിലേക്ക് പോകാം. സോ നമ്മളൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ആ വീഡിയോസ് കാണാത്തവര് പോയിട്ട് നമ്മളുടെ ആദ്യം തൊട്ടുള്ള ആ ഒരു വീഡിയോസ് ഒന്ന് കണ്ടുവരിക. സോ ഇനി നമുക്കതിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയതിന്റെ ബാലൻസ് തൊട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാം. സോ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. To what degree will there be rules and regulations to direct employees and managers is defined as. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്നാണല്ലേ, നമ്മളുടെ മാനേജ്മെന്റ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. To what degree will be rules and regulations to direct employees and managers. ഇപ്പൊ നമുക്ക് എംപ്ലോയീസിനെയും മാനേജേഴ്സിനെയും ഒക്കെ ഒരു ഓർഗനൈസേഷൻ അകത്തുള്ള എംപ്ലോയീസിനെയും മാനേജേഴ്സിനെയും ഒക്കെ ഡയറക്റ്റ് ചെയ്യാനുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഇതില് ഏത് ഏരിയയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്നൊന്നും മനസ്സിലാകാത്ത പോലെ തോന്നും. എന്നാലും ഓപ്ഷൻസ് കൂടി ഒന്ന് നോക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ. ഡിപ്പാർട്ട്മെന്റലൈസേഷൻ, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, ഫോർമലൈസേഷൻ, ബൗണ്ടറി സ്പാനിങ്. അപ്പൊ ഇവിടെ എംപ്ലോയീസിനെയും മാനേജേഴ്സിനെയും ഒക്കെ ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ വരുന്നത് ഇതിൽ ഏത് ആസ്പെക്റ്റിലായിരിക്കും? നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ഏത് ആസ്പെക്റ്റിലായിരിക്കും വരുന്നത്? ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ആയിരിക്കത്തില്ലല്ലോ. ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗനൈസേഷനിലെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലേക്ക് അല്ലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തരം തിരിക്കാറുണ്ട്. സോ ദെൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, സെൻട്രലൈസേഷൻ ആകുമ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഏറ്റവും ടോപ്പിലുള്ള അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ആയിരിക്കും. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ എല്ലാവർക്കും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഡീസെൻട്രലൈസേഷൻ. ദെൻ ഫോർമലൈസേഷൻ ആണ് ആക്ച്വലി ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലെ. ഫോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ള ഒരു ഓർഗനൈസേഷനെ നമുക്ക് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ആ ഒരു ഫോർമൽ സ്ട്രക്ചർ എന്ന് പറയാം. ഫോർമൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തന്നെ എന്താ? അവിടെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാകും അല്ലേ. ദെൻ ബൗണ്ടറി സ്പാനിങ്ങും നമുക്ക് ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ വരുന്നതല്ല. സോ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ഫോർമലൈസേഷൻ ആണ് അല്ലെ. ടു വാട്ട് ഡിഗ്രി വിൽ ദെയർ ബി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടു ഡയറക്റ്റ് എംപ്ലോയീസ് ആൻഡ് മാനേജേഴ്സ് ഈസ് ഡിഫൈൻഡ്. അപ്പൊ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇറ്റ് ഈസ് ഫോർമലൈസേഷൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അപ്പൊ ഫോർമലൈസേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയാകും. Formalization refers to the degree to which an organization relies on formal rules, procedures, policies, and descriptions to standardize employee behavior and decision making. It is about the level of documentation and adherence to established guidelines within an organization. അപ്പോൾ എന്താണ് ഫോർമലൈസേഷൻ എന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാച്ച് ദി ഫോളോയിങ് ആണ് അല്ലെ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മളുടെ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അവിടെ നമുക്ക് എക്കണോമിസ്റ്റുകളുടെ പേരും അവരുടെ കോൺട്രിബ്യൂഷൻസും തന്നിട്ടുണ്ട്. ഇതിനെ നമ്മളൊന്ന് മാച്ച് ചെയ്താൽ മാത്രം മതി അല്ലെ. അവിടെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എക്കണോമിസ്റ്റുകളുടെ നെയിംസ് തന്നെയാണ് തന്നിരിക്കുന്നത്. ആഡം സ്മിത്ത് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണല്ലേ. ആഡം സ്മിത്ത് എക്കണോമിക്സ് എന്താണെന്ന് പഠിക്കുമ്പോൾ, എക്കണോമിക്സിന്റെ ഏറ്റവും ബേസിക്സ് പഠിക്കുമ്പോൾ തന്നെ ആഡം സ്മിത്തും വെൽത്ത് ഓഫ് നേഷൻസും ഒക്കെ നമ്മൾ പഠിക്കും അല്ലെ. ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് വെൽത്ത് ഓഫ് നേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ആഡം സ്മിത്തിന്റെ ബുക്കിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ദെൻ ആൽഫ്രഡ് മാർഷലിന്റെ ബുക്ക് ഏതായിരിക്കും? ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആണ് അല്ലെ. ദെൻ JR ഹിഗ്സിന്റെ ബുക്ക് ഏതാണെന്നും അതേപോലെ തന്നെ വാസ്ലി ലിയോൺടീഫ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു മോഡല്. സോ അത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റും അല്ലെ. ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ്, എ എന്ന് പറയുന്നത് 3 വേണം. A3 ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. ഇനി ബി ആൽഫ്രഡ് മാർഷലിന്റെ ഏതാ? പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആണ്. B1ഉം A3യും B1ഉം വരുന്ന ഒരു ഓപ്ഷനെ നമുക്കുള്ളൂ. ഓപ്ഷൻ 3 തന്നെയാണ് നമ്മളുടെ റൈറ്റ് ആൻസർ.
Then C. J.R. Hicks, value and capital, and D. Vasily Leontief, input output economics. So an inquiry into the nature and causes of wealth of nations, Adam Smith in the book aanalle. Then principles of economics എന്ന് പറയുന്നത് ആൽഫ്രഡ് മാർഷൽ ആണ്. Then okay, ഇവിടെ ആൽഫ്രഡ് മാർഷൽ ആണ്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സിന്റെ നേരെ വരുന്നത് ആൽഫ്രഡ് മാർഷൽ, ഓർത്ത് വെച്ചേക്കുക. വാല്യൂ ആൻഡ് ക്യാപിറ്റൽ ജോൺ റിച്ചാർഡ് ഹിക്സിന്റെ ബുക്കാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ എന്ന് പറയുന്നത് വാസ്ലി ലിയോൺടീഫ് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഇത് നമ്മളുടെ ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ കോൺട്രാക്ട് ആക്ടിൽ നിന്നുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. If a new contract is substituted in place of an existing contract, it is called. ഒരു എക്സിസ്റ്റിംഗ് കോൺട്രാക്ടിനെ നമ്മളൊരു പുതിയ കോൺട്രാക്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേര് ഇതിൽ ഏതാണ്? വേവർ, റെമിഷൻ, നൊവേഷൻ, ഓൾട്രേഷൻ. ഇതിൽ ഏതായിരിക്കും? നമ്മളെപ്പോഴും കോൺട്രാക്ട് ആക്ട് പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്ന 4 ടേംസ് ആണ് വേവറും റെമിഷനും നൊവേഷനും ഓൾട്രേഷനും ഒക്കെ. സോ ഇവിടെ നമുക്കറിയാം നൊവേഷൻ ആണല്ലേ നമ്മളുടെ എക്സിസ്റ്റിംഗ് കോൺട്രാക്ടിനെ പുതിയ ഒരു കോൺട്രാക്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് നൊവേഷൻ. നൊവേഷനും ഓൾട്രേഷനും നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. ഓൾട്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റിൽ ചെറിയ മോഡിഫിക്കേഷൻസ് മാത്രം വരുത്തുന്നു എന്നതേ ഉള്ളൂ. പക്ഷേ നൊവേഷൻ അങ്ങനെയല്ല. ഇറ്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് substituting the original contract with a replacement contract. So where the original party agrees to forego any rights afforded to them by the original contract. So in novation agreements, the parties agree to extinguish the original contract and replace it with an entirely new contract. അപ്പോൾ നൊവേഷനിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നൊവേഷൻ ആണെങ്കിൽ അവിടെ ഒരു പുതിയ കോൺട്രാക്ട് വരുമ്പോൾ തന്നെ നമ്മളുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോൺട്രാക്ട് അവിടെ ഇല്ലാതാവുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റിങ്യൂഷ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് പുതിയ ഒരു കോൺട്രാക്ട് കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നൊവേഷനിൽ ഓൾഡ് കോൺട്രാക്ട് കംപ്ലീറ്റ്ലി എക്സ്റ്റിങ്യൂഷ് ആയി പോകുന്നുണ്ട്. സോ നൊവേഷൻ റീപ്ലേസസ് ദി എൻറ്റയർ ഒറിജിനൽ കോൺട്രാക്ട് വിത്ത് ന്യൂ വൺ. ഓൾട്രേഷൻ ആണെങ്കിൽ ഒറിജിനൽ കോൺട്രാക്ട് അവിടെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? റീപ്ലേസ് ആകുന്നില്ല അല്ലെ. ഓൾട്രേഷനിൽ നമ്മൾ ഓൾറെഡി ഉള്ള കോൺട്രാക്റ്റിൽ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തുന്നു എന്നതേ ഉള്ളൂ. അവിടെ നമ്മളുടെ ആ ഒരു എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് മൊത്തത്തിൽ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യുന്നില്ല. നൊവേഷനിലാണെങ്കിൽ എക്സിസ്റ്റിംഗ് കോൺട്രാക്ടിനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പുതിയൊരു കോൺട്രാക്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ നൊവേഷൻ, ഓൾട്രേഷൻ, റെമിഷൻ, വേവർ ഇതൊക്കെ എന്താണെന്ന് നിങ്ങളൊന്ന് വ്യക്തമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് 7 നാച്ചുറൽ നമ്പേഴ്സ്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഫസ്റ്റ് 7 നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എങ്ങനെയാണ് ഇതിലൊരു കാൽക്കുലേഷൻ ഒക്കെ വരും അല്ലെ. കാൽക്കുലേഷൻ ഒക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. So value of standard deviation of first 7 natural numbers. നമുക്ക് നോക്കാം അല്ലെ എങ്ങനെയാണ് ഫസ്റ്റ് 7 നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കേണ്ടത്. ആൻസർ ഓപ്ഷൻ 2 ആണ്. ഈ ഓപ്ഷൻ 2 എങ്ങനെ വന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സോ നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് 7 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 അതല്ലേ ഫസ്റ്റ് 7 നാച്ചുറൽ നമ്പേഴ്സ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. സോ ഈ ഒരു ഫസ്റ്റ് 7 നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയണമെങ്കിൽ ആദ്യം നമുക്ക് എന്തറിയണം? മീൻ അറിയണം അല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഇക്വേഷൻ അറിയാമല്ലോ. റൂട്ട് ഓഫ് സിഗ്മ x1 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. ഇവിടെ മ്യൂ എന്ന് പറയുന്നത് നമ്മളുടെ മീനിനെയാണ് അല്ലെ. മീനാണ് മ്യൂ എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. മീൻ കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിൾ ആണ്. ടോട്ടൽ ബൈ നമ്പർ കൊടുത്താൽ മതി അല്ലെ. അല്ലെങ്കിൽ സിഗ്മ x ബൈ n നമുക്ക് മീൻ കിട്ടും. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിന്റെ ടോട്ടൽ, അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അതാണ് നമുക്ക് 28 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ നമ്പർ, എത്ര നമ്പേഴ്സ് ഉണ്ട്? 7 എണ്ണമാണ് അല്ലെ. സോ ഡിവൈഡഡ് ബൈ 7. 28 ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ആണ് അല്ലെ. അതായത് നമ്മളുടെ മീൻ ആണ് 4 എന്ന് പറയുന്നത്. മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നോക്കിയേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ x1 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n ആണ്. അപ്പോൾ x1 എന്ന് പറയുന്നത് xi ആണ്. xi എന്ന് പറഞ്ഞാൽ ഈ 1 മുതൽ 7 വരെയുള്ള
ഓരോന്നും നമ്മുടെ എക്സിൽ വരുന്നുണ്ട് അല്ലേ, x1 then x2 x3 x4 x5 x6 x7. അപ്പൊ ഇങ്ങനെ ഓരോന്നിൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കണം, നമ്മളുടെ മീൻ കുറയ്ക്കണം. ഓരോ എക്സിൽ നിന്നും, എക്സിന്റെ ഓരോ വാല്യൂവിൽ നിന്നും മീൻ കുറച്ചിട്ട് അതിന്റെ സ്ക്വയർ എടുക്കണം. അവിടെയാണ് നമ്മൾ ആ ഡീവിയേഷൻ കാണുന്നത് അല്ലേ. ഓരോന്നും നമ്മളുടെ ടോട്ടൽ കംപ്ലീറ്റ് ഡേറ്റാ സെറ്റിലുള്ള ഓരോ വാല്യൂവും മീനിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ അവിടെ നമ്മൾ ഓരോ വാല്യൂവിൽ നിന്നും മീൻ കുറച്ച് മാറ്റുന്നു. സോ ഫസ്റ്റ് വാല്യൂ 1 ആണ്. 1 മൈനസ് 4 നമ്മളുടെ മീൻ ആണ് 4. ദ ഹോൾ സ്ക്വയർ, അവിടെ ആ 2 എന്ന് എഴുതിയിരിക്കുന്നത് സ്ക്വയർ ആണ്. 1 മൈനസ് 4 ദി ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് 2 മൈനസ് 4 ദി ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിനെല്ലാം ഓരോ വാല്യൂവിൽ നിന്നും മീൻ കുറയ്ക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ നമുക്ക് ഒരു വാല്യൂ കിട്ടിയല്ലേ, 941014 എന്ന് കിട്ടി. ഇതിന്റെ ടോട്ടൽ, അതിന്റെ സിഗ്മ എടുക്കണം. നമ്മളുടെ ഇക്വേഷനിലേക്ക് വരാം. അപ്പൊ ഈ ടോട്ടലിന്റെ സിഗ്മ നമുക്ക് എടുക്കണം അല്ലെ, ഇതിന്റെ ടോട്ടൽ എടുക്കണം, അതിനെയാണ് സിഗ്മ എന്ന് പറയുന്നത്. സോ ഈ ഒരു വാല്യൂസിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 27 തന്നെ വരും, 28 തന്നെ വരും. നമ്മൾ ഈ വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 28 ആണ്. റൂട്ട് ഓഫ് 28 ഡിവൈഡഡ് ബൈ n, n എന്ന് പറഞ്ഞാൽ 4. റൂട്ട് ഓഫ് 28 ഡിവൈഡഡ് ബൈ n എന്ന് നമുക്ക് കിട്ടും അല്ലെ. റൂട്ട് ഓഫ് 28 ഡിവൈഡഡ് ബൈ 7. ഓക്കെ, റൂട്ട് ഓഫ് 28 ബൈ 7 എന്നാണ് കിട്ടുന്നത്. എങ്ങനെയായി റൂട്ട് 28 ബൈ 7 വന്നത്? റൂട്ട് 28 വന്നത് ഈ വാല്യൂസിന്റെ എല്ലാം ടോട്ടൽ ആണ്. നമ്മൾ ഈ കിട്ടിയ ഡീവിയേഷൻസിന്റെ എല്ലാം സിഗ്മ, ഈ ഡീവിയേഷൻസിന്റെ സിഗ്മ. അപ്പൊ നമ്മൾ ഓരോ വാല്യൂം എങ്ങനെ വന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ നമ്മൾ ആദ്യം മീൻ കണ്ടുപിടിച്ചു. മീൻ എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ, ഇതിന്റെ എല്ലാം ടോട്ടൽ എടുത്തു, അതിനെ 7 കൊണ്ട് നമ്പർ ഓഫ് ഐറ്റംസ്, അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 28 ബൈ 7 നമുക്ക് 4 കിട്ടി മീൻ. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് വരണം. സിഗ്മ x1 ബൈ മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഓരോ എക്സിന്റെ ഓരോ വാല്യൂസും ഇവിടെ കാണാം അല്ലെ. എക്സിന്റെ ഓരോ വാല്യൂവിൽ നിന്നും നമ്മളുടെ മീൻ കുറയ്ക്കണം, അതിന്റെ സ്ക്വയർ എടുക്കണം. അപ്പൊ എക്സിന്റെ ഓരോ വാല്യൂവിൽ നിന്നും മീൻ കുറയ്ക്കാം. 1 മൈനസ് മീൻ the whole square, 2 minus mean the whole square, 3 minus mean the whole square. അങ്ങനെ നമ്മൾ ഓരോ വാല്യൂവിൽ നിന്നും മീൻ കുറച്ച് അതിന്റെ സ്ക്വയർ എടുത്തപ്പോ നമുക്ക് കിട്ടിയ വാല്യൂസ് ആണ് 941014 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് വന്ന് നോക്കിക്കേ. സിഗ്മ, ഇതിന്റെ എല്ലാം സിഗ്മ അല്ലെ, ഇതിന്റെ എല്ലാം ടോട്ടൽ എടുക്കണം. സോ 9 പ്ലസ് 4 പ്ലസ് 1 പ്ലസ് 0 പ്ലസ് 1 പ്ലസ് 4 പ്ലസ് 9. അപ്പൊ ഇതിന്റെ എല്ലാം ടോട്ടൽ എന്ന് പറയുന്നത് 28 ആണ്. ഇതിന്റെ എല്ലാം ടോട്ടൽ എന്ന് പറയുന്നത് 28 ആണ്. സോ 28 റൂട്ട് ഓഫ് 28 ഡിവൈഡഡ് ബൈ n, n എന്ന് പറഞ്ഞാൽ 7 തന്നെയാണ് അല്ലെ. റൂട്ട് 28 ഡിവൈഡഡ് ബൈ 7 എന്ന് വരും. റൂട്ട് 28 ഡിവൈഡ് ബൈ 7, അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നത്? റൂട്ട് 4 എന്നായിരിക്കും വരുന്നത്. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 2. അങ്ങനെയാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 വന്നത്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് 4 ആണ്. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2. 4ന്റെ റൂട്ട് എത്രയാ? 2 ആണ് അല്ലെ. സോ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു 2 കിട്ടിയത്. ഫസ്റ്റ് 7 നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ 2 കിട്ടി എന്നതിന്റെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു രീതിയാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, നമുക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following points are considered as factors determining the working capital of a firm? ഇവിടെ ഇതും നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇത് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ഓർത്ത് വെക്കുക. സോ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദി വർക്കിംഗ് ക്യാപിറ്റൽ, ഒരു ഫേമിന്റെ വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇതിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഒരു ബിസിനസിന്റെ വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നിങ്ങളൊന്ന് ഓരോ ഓപ്ഷൻസും ഒന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കിക്കേ. ഓപ്ഷൻ എയിൽ പറയുന്നത് ബേസിക് നേച്ചർ ഓഫ് ബിസിനസ്. ബിസിനസിന്റെ നേച്ചർ അത് വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യുന്നതാണോ? യെസ് ആണല്ലേ. കാരണം എന്തുകൊണ്ടാ? ഇപ്പൊ ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. ഇനി അത് മാനുഫാക്ചറിങ് അല്ല, ഒരു സർവീസ് ഓറിയന്റഡ് ആണെങ്കിൽ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ അധികം വേണ്ടി വരുന്നില്ല. സോ ഇങ്ങനെ ഒരു ബിസിനസിന്റെ നേച്ചർ എന്താണോ അത് വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് അല്ലെ. സോ എ ഉണ്ട്. ദെൻ ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻസ്, നമ്മളുടെ ബിസിനസ് സൈക്കിൾ ഉണ്ട്. പല ബിസിനസ് സൈക്കിളിൽ കൂടെ ആ ഒരു ബിസിനസ് കടന്നു പോകും അല്ലെ. നമുക്കറിയാം ബൂം, റിസഷൻ, ഡിപ്രഷൻ, റിക്കവറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ബിസിനസ് സൈക്കിൾ ഉണ്ട്. അപ്പൊ ഈ ഒരു ബൂം അല്ലെങ്കിൽ ഒരു റിസഷൻ ഒക്കെ ആണെങ്കിൽ ആ ഒരു സമയത്ത്
നമ്മളുടെ സെയിൽസും ഡിമാൻഡിനെയും ഒക്കെ പല രീതിയിൽ അത് അഫക്ട് ചെയ്യുന്നുണ്ടല്ലേ. ചില ബൂമൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ഡിമാൻഡ് നല്ല കൂടി നിൽക്കുന്ന സമയമാണ്, ആ സമയത്ത് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. സോ ഇങ്ങനെ ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻസും നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറാണ്. ദെൻ ക്രെഡിറ്റ് പോളിസി ഓഫ് ദ ഫേം. ഫേമിന്റെ ക്രെഡിറ്റ് പോളിസി, ഇപ്പൊ നമുക്കറിയാം ചില ബിസിനസ്സുകൾ ക്രെഡിറ്റ് കടം കൊടുക്കും, സാധനങ്ങൾ കസ്റ്റമേഴ്സിന് കടം കൊടുക്കും, ചിലരാണെങ്കിൽ കടം കൊടുക്കാത്തൊരു ബിസിനസ് ആയിരിക്കും. അപ്പൊ ഈ ബിസിനസിന്റെ ക്രെഡിറ്റ് പോളിസി എന്താണെന്നുള്ളതും വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യും അല്ലെ. കാരണം ഒരുപാട് ക്രെഡിറ്റിന് കൊടുക്കുന്ന ബിസിനസ്സുകളാണെങ്കിൽ അവരുടെ കയ്യിൽ ചിലപ്പോൾ ലിക്വിഡ് മണി ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നതും വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ്. ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് വർക്കിംഗ് ക്യാപിറ്റലിനെ ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല. അതേപോലെ തന്നെ എംപ്ലോയി സ്കിൽസ് എന്ന് പറയുന്നതും വർക്കിംഗ് ക്യാപിറ്റൽ, ഒരു ഫേമിന്റെ വർക്കിംഗ് ക്യാപിറ്റലിനെ ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്നില്ല. സോ എ, ബി ആൻഡ് സി ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. എ, ബി ആൻഡ് സി വരുന്ന ഓപ്ഷൻ ഇതിൽ ഏതാണ്? ഓപ്ഷൻ 3 ആണ് അല്ലെ. സോ ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ. അപ്പൊ ഇവിടെ കാണാം എങ്ങനെയാണ് ഓരോ ഫാക്ടേഴ്സും, നമ്മൾ ഈ പറഞ്ഞ എ, ബി ആൻഡ് സി, ഈ 3 ഫാക്ടേഴ്സും എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയാകും. സോ ദ ടൈപ്പ് ഓഫ് ബിസിനസ് സിഗ്നിഫിക്കന്റ്ലി ഇമ്പാക്ട് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാനുഫാക്ചറിംഗ് കമ്പനി ആണെങ്കിൽ അവർക്ക് കൂടുതൽ ഇൻവെന്ററി ആവശ്യമായിട്ട് വരും. ഒരു സർവീസ് ഓറിയന്റഡ് ആണെങ്കിൽ അവർക്ക് അധികം വർക്കിംഗ് ക്യാപിറ്റലിന്റെ ആവശ്യം വരില്ലായിരിക്കും. ഓക്കെ. ദെൻ ബിസിനസ് സൈക്കിളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എക്കണോമിക് ബൂം ഒക്കെ ആണെങ്കിൽ അവിടെ ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഉണ്ട്, ആ സമയത്ത് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടതായിട്ട് വരും. അതേപോലെ റിസഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് അധികം വർക്കിംഗ് ക്യാപിറ്റലിന്റെ ആവശ്യം വരില്ല, കാരണം ഡിമാൻഡ് കുറവായിരിക്കും. ഇനി ക്രെഡിറ്റ് പോളിസി, കസ്റ്റമേഴ്സിന് എത്രത്തോളം ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്, കമ്പനി എത്രത്തോളം ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ആ കമ്പനിയുടെ കയ്യിലിരിക്കുന്ന ലിക്വിഡ് മണിയെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് അല്ലെ. ഇപ്പോൾ ഒരുപാട് ക്രെഡിറ്റിനൊക്കെ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവരുടെ കയ്യിൽ ലിക്വിഡ് മണി കുറവായിരിക്കും. പക്ഷെ ഈ പറഞ്ഞതുപോലെ ക്രെഡിറ്റ് പോളിസി അധികം അനുവദിക്കാത്ത, അല്ലെങ്കിൽ ക്യാഷിൽ മാത്രമേ അവർ സെയിൽസ് നടത്തുന്നുള്ളൂ എന്ന ഒരു രീതിയിലാണ് ബിസിനസിന്റെ പോളിസി എങ്കിൽ അവർക്ക് ആ ഒരു ക്യാഷ് ഇൻ ഹാൻഡ് അവരുടെ കയ്യിൽ കാണും. സോ ഈ ഒരു തരത്തിൽ ഈ 3 ഫാക്ടേഴ്സും വർക്കിംഗ് ക്യാപിറ്റലിനെ ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദി ഫോളോയിങ് സ്റ്റെപ്സ് ഇൻ ലോജിക്കൽ സീക്വൻസ് റിഗാർഡിംഗ് ഹൗ ടു കമ്പ്യൂട്ട് നെറ്റ് പ്രസന്റ് വാല്യൂ. NPV, ഇതും ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന മോഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ലോജിക്കൽ സീക്വൻസ്, നമുക്ക് ആ ഒരു സ്റ്റെപ്സ് അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് നെറ്റ് പ്രസന്റ് വാല്യൂ. NPV കണ്ടുപിടിക്കണം, അതെന്തായാലും ആദ്യം വരില്ലല്ലോ. NPV കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ്. ദെൻ കാൽക്കുലേറ്റ് ഓൾ ദി ക്യാഷ് ഔട്ട്ഫ്ലോ അസോസിയേറ്റഡ് വിത്ത് ദി project. Calculate all the cash inflow associated with the project. Calculate the present value of all cash inflows associated with the project. Calculate the present value of all cash outflow associated with the project. Then ഈ 5 സ്റ്റെപ്സിനെയും നമ്മൾക്കൊന്ന് റീഅറേഞ്ച് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഇവിടെ 3 ഓപ്ഷൻ, ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇവിടെ 3 ഓപ്ഷനുകളിലും ഫസ്റ്റ് എ ആണ് വന്നേക്കുന്നത്. ഒരിക്കലും ഫസ്റ്റ് എ വരില്ല അല്ലെ, ഒരിക്കലും ഫസ്റ്റ് എ വരില്ല. നമ്മൾ ആദ്യമേ NPV കാൽക്കുലേറ്റ് ചെയ്യുകയല്ലോ. സോ എ അവസാനം വരണം, അത് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാം. അതായത് ക്യാഷ് ഇൻഫ്ലോ ആണോ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ക്യാഷ് ഔട്ട്ഫ്ലോ ആണോ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഇതിൽ രണ്ടിലും ഏതെങ്കിലും ആദ്യം കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ എന്നൊക്കെ ഒരു രീതിയിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇതിന്റെ ഓപ്ഷൻസ് ഇങ്ങനെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. NTA ഈ ഒരു ഓപ്ഷൻസ് ഇങ്ങനെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഒറ്റ ഒരെണ്ണമേ, നമുക്ക് കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ ഒറ്റ ഒരു ആൻസർ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. കാരണം ഇവിടെ 3 ഓപ്ഷനിലും എ ആണ് ഫസ്റ്റ് വരുന്നത്. എ ഒരിക്കലും ഫസ്റ്റ് വരില്ല. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അതായത് BCEDA എന്നാണ് നമ്മളുടെ ഒരു സ്റ്റെപ്സ് അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെന്റ് വരുന്നത്. കാരണം എ എന്ന് പറയുന്നത് NPV കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്, അത് ഏറ്റവും അവസാനം വരേണ്ടതാണ് അല്ലെ, ഏറ്റവും ലാസ്റ്റ് വരേണ്ടതാണ്. സോ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്. അപ്പൊ ബാക്കി 3 ഓപ്ഷനിലും അതിനെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എടുത്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ ബാക്കി 3 ഓപ്ഷൻസും വെച്ചിട്ട് നമുക്ക് കമ്പാരിസണോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ വരേണ്ട കാര്യമില്ല. സോ ഓപ്ഷൻ 2 ഈസ് ദി റൈറ്റ് ആൻസർ. NPV എന്താണെന്ന് നമുക്കറിയാം അല്ലെ, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഓക്കെ.
സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. In which one of the following the effectiveness of brainstorming as group decision making technique is high? ഇപ്പൊ ഇവിടെ ബ്രെയിൻസ്റ്റോമിങ്ങിന്റെ ഇഫക്റ്റീവ്നെസ് ഏറ്റവും ഹൈ ആയിട്ടുള്ളത് ഏത് സിറ്റുവേഷനിലായിരിക്കും? ബ്രെയിൻസ്റ്റോമിങ്ങിന്റെ ഇഫക്റ്റീവ്നെസ്, അതായത് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളുടെ ബ്രെയിൻസ്റ്റോമിങ്ങിന്റെ ഇഫക്റ്റീവ്നെസ് ഏറ്റവും ഹൈ ആയിരിക്കുന്നത് ഇതിൽ ഏത് സിറ്റുവേഷൻ ആയിരിക്കുമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. കാരണം ബ്രെയിൻസ്റ്റോമിങ്ങും ഗ്രൂപ്പ് ഡിസിഷനും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ബ്രെയിൻസ്റ്റോമിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. ഇപ്പം ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ചിരുന്ന് ഒരു കാര്യത്തിനെ പറ്റി ബ്രെയിൻസ്റ്റോം ചെയ്യാണല്ലേ. ഓരോരുത്തരും അവരവരുടെ ഐഡിയാസോ പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ പറഞ്ഞ് ആ ഒരു പ്രമൈസുകളിൽ നിന്ന് അവരൊരു ഫൈനൽ ആൻസറിലേക്ക് അല്ലെങ്കിൽ ഒരു ഫൈനൽ ടാസ്കിലേക്ക് എത്തിച്ചേരുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. ആ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഓരോരുത്തരുടെയും അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിനെ പറ്റി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും അവരുടെ ഐഡിയാസ് പറയുകയാണല്ലേ. എല്ലാവരും അവരവരുടെ ഐഡിയാസ് പറഞ്ഞതിന് ശേഷം അതെല്ലാം കൂടെ വെച്ചിട്ടാണ്, ആ ഒരു പ്രമൈസുകൾ വെച്ചിട്ടാണ് നമ്മളൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. സോ ഇത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് വരുന്നത് ടാസ്ക് ഓറിയന്റേഷനിലായിരിക്കും. സോ brainstorming is highly effective when a group is focused on generating a large quantity of data without immediate evaluation, which aligns with a task orientation, where primary goal is to produce as many potential solutions as possible. നമുക്കറിയാം ടാസ്ക് ഓറിയന്റേഷന്റെ ഒരു പ്രൈമറി ഗോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാക്സിമം സൊല്യൂഷൻസ് കിട്ടുക. ഇപ്പോൾ ആ ഓരോ സൊല്യൂഷനും ഫീസിബിൾ ആണോ ഇല്ലയോ എന്ന് നോക്കുന്നില്ല. മാക്സിമം സൊല്യൂഷൻസ് അല്ലെങ്കിൽ മാക്സിമം ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ മാക്സിമം ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ, ആ ഒരു ടാസ്ക് ഓറിയന്റേഷനിൽ നമുക്ക് ബ്രെയിൻസ്റ്റോമിങ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലേ. കാരണം ആ ഒരു ഗ്രൂപ്പ് ഒരുമിച്ചിരുന്ന് അവരവരുടെ ഐഡിയാസ് പറയുന്നു. അങ്ങനെ മാക്സിമം പോസിബിൾ ഐഡിയാസും സൊല്യൂഷൻസും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Arrange the following Securities Exchange Board of India (SEBI) regulations in the ascending order of their enactment. SEBI regulations-നെ ascending order-ലേക്ക് അതിന്റെ enactment year വെച്ചിട്ട് ascending order-ൽ arrange ചെയ്യണം. അപ്പോൾ ascending order ആണ്, ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ് അല്ലേ. അപ്പോൾ ഏറ്റവും earlier to latest എന്നൊരു ഓർഡറിൽ വേണം നമുക്കിതിനെ അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ SEBI regulations-ന്റെ ഇയറുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. സോ നമുക്ക് നോക്കാം. ICDR regulations, intermediaries regulations, real estate investment trust regulations, buyback of securities by listed companies regulations, listing obligations and disclosure requirement regulations. ഈ 5 regulations-ന്റെയും ഇയർ ഓഫ് എനാക്ട്മെന്റ് വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റൂ? ആ ഒരു അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതൊക്കെ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. കാരണം ഈ സെബിയിൽ മാത്രമല്ല, നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പഠിക്കുമ്പോൾ പല ബാങ്കുകളുടെയും ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ വർഷവും എക്സാമിന് ചോദിക്കും. അതൊരു മാച്ച് ദി ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ അതൊന്ന് റീ അറേഞ്ച് ചെയ്യാൻ, ഈ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ഒക്കെ റീ അറേഞ്ച് ചെയ്യാനൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇയറുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. സോ ഇതിൽ ഏതായിരിക്കും? നമുക്ക് നേരെ ആൻസറിലേക്ക് പോകാം അല്ലേ. ആൻസറിലേക്ക് പോയാൽ മാത്രമേ നിങ്ങൾക്ക് അതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുള്ളൂ. DBACE ആണ് ഇതിന്റെ ആൻസർ. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് ബൈ ലിസ്റ്റിംഗ് കമ്പനീസ് റെഗുലേഷൻസ് എനാക്ട് ചെയ്തത് 1998-ലാണ്. Then intermediaries regulation enact ചെയ്തത് 2008. ICDR issue of capital and disclosure requirements 2009. Then real estate investment trust regulations enacted in 2014. Listing obligations and disclosure requirements enacted in 2015. അപ്പോൾ ഈ ഒരു അസെൻഡിങ് ഓർഡറിൽ എങ്ങനെയാണ് വന്നതെന്ന് ക്ലിയർ ആയല്ലോ. ഇയറുകൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Arrange the following stages of conflict process in the proper sequence. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു കോൺഫ്ലിക്റ്റ് പ്രോസസ് നമുക്കറിയാമല്ലോ. ഈ ഡിസഗ്രിമെന്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് കോൺഫ്ലിക്റ്റ്, സ്റ്റേജസ് ഓഫ് കോൺഫ്ലിക്റ്റ്. സോ അത് പ്രോപ്പർ സീക്വൻസിൽ അറേഞ്ച് ചെയ്യണം. അത് നിങ്ങൾ ഒന്നും വേണ്ട, ഈ ഒരു സ്റ്റേജസ് ഓഫ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം അല്ലെ. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്.
ഇങ്ങനെ തന്നെ നമ്മൾ സിലബസ് പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ സ്റ്റേജസ് ഓഫ് കോൺഫ്ലിക്ട് പ്രോസസ്സ് കൃത്യമായിട്ട് ഈ 5 സ്റ്റേജുകളും ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ചു വെക്കുന്നതാണ്. സോ അവിടെ പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. ഔട്ട്കം, പൊട്ടൻഷ്യൽ ഓപ്പോസിഷൻ ഓർ ഇൻകമ്പാറ്റബിലിറ്റി, ബിഹേവിയർ, കോഗ്നിഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ, ഇന്റൻഷൻ. ഇതിനെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? BDECA ആണ് ഇതിന്റെ ഓർഡർ വരുന്നത്. ഓർഡർ നമുക്കൊന്ന് കാണാം. സ്റ്റേജ് 1 പൊട്ടൻഷ്യൽ ഒപ്പോസിഷൻ ഓർ ഇൻകമ്പാറ്റബിലിറ്റി. ഇപ്പൊ ഒരു പേഴ്സൺ അയാളുടെ ഒരു ഡിസഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട് വരുന്നതിന് മുന്നേ ഫസ്റ്റ് പൊട്ടൻഷ്യൽ ഒപ്പോസിഷൻ ഓർ ഇൻകമ്പാറ്റബിലിറ്റി ആണല്ലേ. കാരണം ആ ഒരു പ്രിമൈസുകൾ വരികയാണ്. ഇപ്പൊ ഒരാള് ഒരു കാര്യത്തിനോട് കോൺഫ്ലിക്റ്റഡ് ആണ് അല്ലെങ്കിൽ ഡിസഗ്രിമെന്റ് ആണ്, ആ ഒരു വ്യക്തിക്ക് ആ ഒരു കാര്യത്തോട് ഡിസഗ്രിമെന്റ് ആണ് ഉള്ളതെങ്കിൽ ആദ്യം അതിനോടൊരു പൊട്ടൻഷ്യൽ ഒപ്പോസിഷൻ അല്ലെങ്കിൽ അതിനോടൊരു ഒത്തുചേർന്ന് പോകാൻ പറ്റാത്ത, അതാണ് ഫസ്റ്റ് സ്റ്റേജ്, പൊട്ടൻഷ്യൽ ഒപ്പോസിഷൻ അല്ലെങ്കിൽ ഇൻകമ്പാറ്റബിലിറ്റി എന്ന് നമ്മൾ പറയും. ദെൻ സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ കോഗ്നിഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ ആണ്. ആ ഒരു ഡിസഗ്രിമെന്റ് ഉള്ള ആ ഒരു കാര്യം അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിലാണോ ആ ഒരു വ്യക്തിക്ക് ഡിസഗ്രിമെന്റ് ഉള്ളത് അതിനെ പേഴ്സണലൈസ് ചെയ്യുക. അതായത് വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ ആ ഒരു വ്യക്തി എടുക്കുന്നു അല്ലെ, സ്വന്തമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ കോൺഫ്ലിക്റ്റും പെർസീവ്ഡ് കോൺഫ്ലിക്റ്റും ഒക്കെ അവിടെ വരുന്നു. അതാണ് സ്റ്റേജ് 2. ദെൻ സ്റ്റേജ് 3യിലേക്ക് വരുമ്പോൾ ഇന്റൻഷൻസ് ആണ്. ആ ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഹൗ ടു ഹാൻഡിൽ ദാറ്റ്, അതാണ് ഇന്റൻഷൻസ്. അത് പല രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. ഒന്നെങ്കിൽ അതിനോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാം, അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാം, അത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം, അക്കോമഡേറ്റ് ചെയ്യാം. ഇതൊക്കെ പല ഇന്റൻഷൻസ് ആണ്, അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന പല മെത്തേഡുകളാണ്. ദെൻ ബിഹേവിയർ. ബിഹേവിയറിലേക്ക് വരുമ്പോൾ ആ ഒരു പേഴ്സന്റെ ബിഹേവിയർ ആണ്. അത് പാർട്ടീസ് ബിഹേവിയറും അതേഴ്സ് റിയാക്ഷനും രണ്ടും നമ്മളുടെ ആ ഒരു ബിഹേവിയർ സ്റ്റേജിൽ വരുന്നുണ്ട്. ദെൻ ഫൈനൽ സ്റ്റേജ് ആണ് ഔട്ട്കം. ഈ ഒരു ബിഹേവിയറിന്റെ ഔട്ട്കം, ആ ഒരു വ്യക്തി എങ്ങനെ അതിനോട് പ്രതികരിച്ചോ അതിന്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പോസിറ്റീവ് ഔട്ട്കം ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് ഔട്ട്കം ആയിരിക്കും. പോസിറ്റീവ് ഔട്ട്കം ആണ് ഇൻക്രീസ്ഡ് ഗ്രൂപ്പ് പെർഫോമൻസ്. ആ ഒരു കാര്യത്തോട് ഒത്തുപോയി അല്ലെങ്കിൽ കോംപ്രമൈസിങ് ആണ് അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഔട്ട്കം ആയിട്ട് ഇൻക്രീസ്ഡ് പെർഫോമൻസ് വരാം. ഇല്ല അതിനോട് കോമ്പീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് ഔട്ട്കം വരാം അല്ലെ, ഡിക്രീസ്ഡ് ഗ്രൂപ്പ് പെർഫോമൻസ് എന്ന് പറയാം. സോ ഇങ്ങനെ 2 തരത്തിലുള്ള ഔട്ട്കംസും വരും. അപ്പൊ ഈ ഒരു കോൺഫ്ലിക്ട് ഇതിന്റെ ഒരു സ്റ്റേജസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കിക്കോളാം. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ട്. സോ അത് നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാകും. നമ്മളിപ്പോ ജസ്റ്റ് ആ ഒരു സ്റ്റേജസ് മാത്രം ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കി ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദി ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബാങ്കിങ്ങിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, അതായത് നമ്മുടെ സെബി, RBI, SBI, സിഡ്ബി, നബാർഡ്, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ബേസിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏർലിയസ്റ്റ് ടു ലേറ്റസ്റ്റിന്റെ ഓർഡറിൽ വേണം അറേഞ്ച് ചെയ്യാൻ. സോ ഇതെങ്ങനെ അറേഞ്ച് ചെയ്യാം? ഇതിന്റെ എല്ലാം ഇയറുകൾ പഠിച്ചു വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ വ്യക്തമായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. സോ നമുക്ക് നോക്കാം. ഇതിന്റെ അറേഞ്ച്മെന്റ് വരുന്നത് BCEDA ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അത് എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് RBI ആണ് അല്ലെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1935. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1955. നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1982. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സിഡ്ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1990. SEBI, Securities and Exchange Board of India, established in 1992. അപ്പോൾ ആ ഒരു ഓർഡർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഏർലിയസ്റ്റ് ടു ലേറ്റസ്റ്റ് അല്ലേ, 1935, 55, 82, 90, 92. ഇതാണ് നമ്മളുടെ ഓർഡർ വരുന്നത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു സെഷനിൽ കൂടെ ജസ്റ്റ് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസറുകൾ ഒന്ന് പറഞ്ഞു പോകുന്നു എന്നതേ ഉള്ളൂ. ഒരു ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ നമ്മൾ നോക്കുന്നില്ല. ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുക, അതിന്റെ ആൻസറുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അതെങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനി ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിൽ കൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ നമ്മുടെ സിലബസ് അനുസരിച്ച് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകാം. ഇനി നമുക്ക് എക്സാമിന് കുറച്ച് നാളുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കഴിവതും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഈ ഒരു ക്ലാസ്സുകൾ കണ്ടാലും മതി.
ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്, ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. സോ നമുക്കിനി ബാലൻസ് പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.